നമസ്കാരം. ഇത്തവണത്തെ തൃശ്ശൂർ പൂരവും അത് നടക്കുന്നതിന് മുമ്പ് തന്നെ ഏറെ ദുഃഖകരമായ ചില അനിഷ്ട സംഭവങ്ങൾ അതിന് സാക്ഷിയാകേണ്ടി വന്നിരിക്കുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, കേരളം ഒട്ടും ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ തന്നെയാണ് പൂരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരം കലങ്ങിയോ എന്നുള്ള ചോദ്യം എല്ലാ തവണയും പതിവാണ്. ഈ വിഷയം എന്തായാലും ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം അല്ല, അതിന് മുമ്പത്തെ 2024 പൂരം കലങ്ങി എന്ന വലിയൊരു വാർത്ത വന്നു. അത് സുരേഷ് ഗോപിയുമായിട്ട് ബന്ധിപ്പിച്ച്. അതെ, പക്ഷെ അന്ന് അവിടുത്തെ പാറമേക്കാവിന്റെ ദേവസ്വം സെക്രട്ടറി പറഞ്ഞത് മറ്റേ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് മുടങ്ങി, അവിടുത്തെ മറ്റ് താഴേക്ക് ഇറക്കം തടസ്സപ്പെട്ടു, റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു, അങ്ങനെ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ എന്നും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തിന്റെ തന്നെ ഒരു സാംസ്കാരിക ആചാരപരമായ ഒരു ഐക്കണായിരുന്നു. സ്ത്രീയിലേക്ക് എന്ത് തോന്നുന്നു ഇത്തവണ നടന്നൊരു അനിഷ്ട സംഭവം? അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാവുന്നതാണ്, പക്ഷേ അത് കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യമായിരുന്നു. ഇനി എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ. അതെ, ജുഡീഷ്യൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപ വീതം മരണമടഞ്ഞവർക്കും പിന്നെ സമാശ്വാസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കേന്ദ്രം ഇടപെടുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിന്റെ MP മന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അപകടം നടന്നു തൊട്ട് പിന്നാലെ എത്ര ക്രൂരന്മാരാണെന്ന് ഓർക്കണം. ഈ ചാനലുകളുടെ വാർത്തയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുന്നു, സുരേഷ് ഗോപി എത്തിയില്ല. അതല്ലോ, സുരേഷ് ഗോപി എത്തുകയല്ലോ ആവശ്യം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം അവിടുത്തെ ജനങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് എത്താൻ പറ്റില്ല. സുരേഷ് ഗോപി അവിടെ അപകടം ഉണ്ടാവുമെന്ന് കരുതി ഇരിക്കുന്ന ഒരാളല്ല. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപി എന്നല്ല ആരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറെ കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സുരേഷ് ഗോപി അല്ല, ഇനി പിണറായി വിജയൻ ആണെങ്കിലും പെട്ടെന്ന് ഓടി ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവിടെ ജില്ലയിലുള്ള മന്ത്രിമാരെയും ജില്ലയിലുള്ളവരെയും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെയും ഒക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടത്തണം. അത് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, നേരിട്ടെത്തണം എന്നുള്ള, നേരിട്ടെത്തും, എത്താനുള്ള സമയം കൊടുക്കണ്ടേ അവർക്ക്. ചിലപ്പോൾ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും. ഇതിപ്പം അപകടം നടന്ന് മിനിറ്റുകൾക്കകം സുരേഷ് ഗോപി എത്തിയിരുന്നെങ്കിൽ പറഞ്ഞേ. സുരേഷ് ഗോപി അറിഞ്ഞിട്ടാന്ന് പറഞ്ഞത്. അതായത് അന്ന് കഴിഞ്ഞ മുമ്പത്തെ തൃശ്ശൂർ പൂരം, ആ പൂരം നടക്കുന്ന സമയം, പൂരത്തിന്റെ അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അവിടെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള സുരേഷ് ഗോപി ചെന്നതായിരുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ വിനയായി മാറുന്നത് സുരേഷ് ഗോപി പൂരം കലക്കിയത് കൊണ്ടാണ് ജയിച്ചത്. അതെ, ആംബുലൻസിൽ വന്നിറങ്ങി. ഇങ്ങനെ പല ചോദ്യങ്ങൾ അന്നുണ്ടായി. ഏതായാലും ഒരു അപകടം, ആ അപകടം വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടി ജാഗ്രത, ഇത്തരം ഇപ്പോ നമുക്ക് തൃശ്ശൂർ പൂരം ആകുമ്പോൾ അറിയാം, പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ളൊരു സമയമാണ്. കേരളത്തിൽ ഇപ്പോൾ മറ്റ് എല്ലാ ബൗണ്ടറികളെയും ഭേദിച്ചുകൊണ്ട് ചൂട് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാകാൻ പോകുന്ന വെടിക്കെട്ട് സാധനങ്ങളാണ്, കരിമരുന്നുകളാണ്. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അവിടെ മതിലിടിച്ച് ആംബുലൻസ് കയറിയെന്നൊക്കെ പറയുമ്പോൾ ഒരു കെട്ടിടത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു സംവിധാനം, അത്തരം എക്സ്പ്ലോസീവ് സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ പണിതാൽ കൂടി, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിയാൽ കൂടി അവിടെ ഫയർ എക്സിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും, അവിടെ പുറത്തേക്ക് ആംബുലൻസ് വന്നു പോകാനുള്ള സൗകര്യമൊക്കെ വേണം. ഇവിടെ അത് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് എത്തിയതിന് പിന്നാലെയാണ് സ്ഫോടനം, അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെ ചില ആശങ്കകൾ അവിടെ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ല. കാരണം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അവിടുത്തെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് കൃത്യമായ കാര്യം ചോദിക്കാനും പറയാനും കഴിയില്ല. അവർ നല്ല തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ചോദിക്കാൻ കഴിയില്ല. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാകും. അന്വേഷണം കൂടുതൽ നടക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ എല്ലാ ക്ഷേത്ര വിശ്വാസങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും തുടങ്ങിയതല്ല, വളരെ കുറേ നാളുകളായി തുടങ്ങി. ഒരു കാലത്ത് പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനയായിരുന്നു പ്രശ്നം. അപ്പൊ ആനയെ, ഈ പൂരം അടുക്കുന്നതിനോടനുബന്ധിച്ച് ആരെങ്കിലും പോയി ആനയെ എഴുന്നള്ളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നു. അത് കുറെ കാലങ്ങളായി. ആനപ്രേമികൾ, അതിനുവേണ്ടി ഒരു ടീം തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി വന്നപ്പോ വീണ്ടും സുരേഷ് ഗോപിയിലേക്കായി ഫോക്കസ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ നടന്നു പോയതാണ് തൃശ്ശൂർ പൂരം. വീണ്ടും തൃശ്ശൂർ പൂരം ഇപ്പോ ആചാരങ്ങളെല്ലാം മാത്രം നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കൊറോണ കാലത്ത് അങ്ങനെയായിരുന്നു.
അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ക്ഷേത്രാചാരങ്ങളെ തകർക്കാനുള്ള എന്തെങ്കിലും ഒരു ആസൂത്രിതമായ ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്നറിയില്ല. എല്ലാത്തരം അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രനാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ക്ഷേത്രാചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്തെങ്കിലും ഇതിന്റെ പിറകിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഒരു ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കരിമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കുറച്ചുകൂടി മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കൊരു ജാഗ്രത ഉണ്ടാവേണ്ടതല്ലേ യഥാർത്ഥത്തിൽ. എന്താണ് നമ്മുടെ 2 ദിവസം മുമ്പാണ് ചെന്നൈ വിരുന്നുകാരില് ഒരു 10-22 പേരുടെ ജീവനെടുത്ത ആ ഒരു വെടിക്കെട്ട അപകടം. അപ്പം അങ്ങനെ ഒരു അപകടം തൊട്ടാൽ ഒരു അയൽ സംസ്ഥാനത്ത് ഒരു വളരെ അടുത്ത എയർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി അഥവാ ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആ പടക്ക നിർമ്മാണ കരാർ എടുത്ത് അവർ ആ ജാഗ്രത പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടത് അധികൃതർ തന്നെയാണ്. എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന കേന്ദ്ര സംഘവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ്. കേന്ദ്ര സംഘം അപകട സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ കടാവർ നായ്ക്കളെ ഉപയോഗിക്കുന്നു എന്നാണ് അവിടെ അന്വേഷണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദുരന്തം ബാധിച്ച കുടുംബാംഗങ്ങൾക്ക് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും കൂടി ചേർത്തുള്ള ഫണ്ടായിരിക്കും വിതരണം ചെയ്യുക എന്ന് ഇപ്പോ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കളക്ടറും കമ്മീഷണറും ദേവസ്വവും ഒക്കെ ആയിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. നാളെ ഓൺലൈനായി യോഗം ചേരുന്നുണ്ട്. എങ്ങനെയാണ് പൂരം നടത്തിപ്പിനെ ഉണ്ട്, അപ്പോ എങ്ങനെയാണ് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ. അതിനിടയിൽ എന്തോ അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ പങ്കെടുത്ത വേദിയിലേക്ക് ഒരു സ്ത്രീ ഓടിക്കേറിയുമൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഫോറൻസിക് പരിശോധനകളടക്കം കേന്ദ്ര ഗവൺമെന്റ് ഫോറൻസിക് പരിശോധനകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒന്നും ആവശ്യമായ സാമ്പിളുകളൊക്കെ ഇവർ ശേഖരിക്കുന്നുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇനിയും പൊട്ടാത്ത ചില സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം മുന്നോട്ട് പോയതും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഏതായാലും ഇത്തരം അപകടങ്ങൾ കുറച്ചുകൂടി മനുഷ്യന്റെ ഒരു കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അപകടകരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ, അത് അപകടകരമാണെന്ന് നമുക്കറിയാം, അപകടകരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത, അത് കരാറെടുക്കുന്നവരിൽ നിന്നായാലും ക്ഷേത്ര ഭാരവാഹികളുടെ ഇടയിൽ നിന്നായാലും എല്ലാ സുരക്ഷയും ഉണ്ട്. കാരണം മനുഷ്യന്റെ ജീവൻ ഇട്ടാണ് പന്താടുന്നത്. അപ്പൊ അത് പോലീസിന്റെ ആയാലും ലോ ആൻഡ് ഓർഡർ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ കളക്ടറും ലോ ആൻഡ് ഓർഡറും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ മാത്രം ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ, കാരണം നമ്മൾ പുറ്റിങ്ങൽ അറിയാലോ, പുറ്റിങ്ങൽ അപകടം നമ്മൾ ഏറെ മനസ്സുകൊണ്ട് ഏറെ വേദനിച്ച, അത് ഇന്നും മറക്കാനാകാത്ത സംഭവമാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട അപകടം. ആ ഒരു വെടിക്കെട്ട അപകടം നമുക്ക് മുമ്പുണ്ടായി. തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ മുമ്പ് ഒരു വെടിക്കെട്ട് അപകടം. അപ്പോൾ അങ്ങനെ പലയിടത്തായിട്ട് ഇത്തരം അപകടങ്ങൾ അരങ്ങേറുമ്പോൾ നമ്മുടെ അധികൃതർ എവിടെ എന്നാണ് ചോദ്യം. കാരണം ഈ നേരത്തെ ശ്രീല പറഞ്ഞതുപോലെ അപകടം അറിഞ്ഞ ആദ്യത്തെ ആ മണിക്കൂറുകളിൽ ഫയർഫോഴ്സ് വാഹനത്തിനകത്ത് കയറാനായില്ല. അത് കാരണം അവരൊരു മതിലൊക്കെ തകർത്താണ് അകത്ത് കയറിയെന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവർക്ക് പറഞ്ഞതുപോലെ എല്ലാ നമ്മുടെ ഫ്ളാറ്റുകൾക്ക് വരെ ഫയർ സേഫ്റ്റിയും ഫയർ ഔട്ടും ഒക്കെ നോക്കി ഫയർഫോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാൽ മാത്രമേ അവർക്ക് 3 നിലയ്ക്ക് മേലുള്ള ബിൽഡിങ്ങിൽ നിന്നൊക്കെ അനുമതി കൊടുക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു അതീവ ഒരു മത്സര സ്വഭാവമുള്ളൊരു പൂര വെടിക്കെട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വെടിക്കെട്ടില് പലതരം സ്ഫോടക വസ്തുക്കൾ ലൈസൻസോടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊന്ന് പരിശോധിക്കാനായിട്ട് അവിടെ ആരുണ്ടായിരുന്നു? കാരണം ആരുമില്ലായിരുന്നു. ഇതിന്റെ അവസാന ഘട്ടങ്ങളിൽ ശരിക്കും നമ്മുടെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ എന്തിനാണ് പോലീസ് വരുന്നത്? അവിടെ ഉണ്ടാകുന്ന ജനത്തിരക്ക് നിയന്ത്രിക്കാനാണ്. അതേപോലെ തന്നെ പൂരവേദിയിൽ മാത്രമല്ല പോലീസ് വേണ്ടത്. ഇത്തരം സ്ഫോടക വസ്തുക്കൾ, ഇത്തരം സ്ഫോടക വസ്തുവല്ല, പടക്കം നിർമ്മിക്കുന്ന ഇത്തരം സെൻസിറ്റീവായ നിയന്ത്രിതമായ അളവിലാണോ ഇതിൽ പരിശോധിക്കേണ്ടതാണ്. അല്ല, അതിന് മുമ്പ് തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ ജീവിതം വെച്ച് ഇവര് ഉണ്ടാക്കുന്ന സാമ്പിൾ എടുക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ, അതായത് ഒരു പൂരം വരുന്നു, പൂരത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ ഇവരുണ്ടാക്കുന്ന ഈ പടക്കങ്ങൾക്ക്, ചില ചൈനീസ് പടക്കങ്ങളൊക്കെ വരുന്നുണ്ട്, അത് വലിയ അപകടകരമല്ലെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും ഉണ്ടാക്കുന്ന പടക്കങ്ങൾക്കൊക്കെ അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, കൂടുതൽ സ്ഫോടക വസ്തുക്കൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയല്ലേ. ഇത് തന്നെ ഇതിപ്പോ ഇത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടനം ഉണ്ടാക്കിയ ഇത് പരീക്ഷിക്കുമ്പോ ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? നിർത്താതെയാണ് പൂരത്തിന്റെ
വെടിക്കെട്ട് നടക്കുന്നത്. ഇതും പൊട്ടിക്കൊണ്ടിരുന്നത് 2 മണിക്കൂറോളം ആ. അവർക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോലും രാവിലെ പാല് വാങ്ങിക്കാൻ സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ പാല് കൊണ്ടുവരുന്ന ക്ഷീര കർഷകർ പാല് കൊണ്ടുവരുമ്പോൾ അവിടെ പാലിന്റെ ഡെൻസിറ്റി പരിശോധിക്കും അല്ലേ? ആ ഡെൻസിറ്റി പരിശോധിച്ചിട്ട് അവർക്കുള്ള കാശ് കൊടുക്കുന്നത്. അതേപോലെ എന്തുകൊണ്ട് ഇവരുണ്ടാക്കുന്ന ആ പടക്കങ്ങളുടെ സാമ്പിൾ എങ്കിലും ഒന്ന് പരിശോധിച്ച് ഇതിന് ക്വാളിറ്റി ഉള്ള, പൊട്ടുന്നതിനും ക്വാളിറ്റി വേണ്ടേ? പൊട്ടുന്നതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ സംഭവം ഉണ്ടായത്. പൊട്ടി അവരുദ്ദേശിക്കുന്നത് ആ പൊട്ടി അങ്ങ് പോകുന്നതല്ലേ, അങ്ങ് പോട്ടെ എന്നാണ്. അങ്ങനെയല്ല, അത് കൈകാര്യം ചെയ്യുന്നത് റോബോട്ടുകളല്ല, മനുഷ്യരാണ്. അതാണ് ഇത്രയും സ്ത്രീകളടക്കം വലിയ അപകടമാണ് ഈ സമയത്ത്. വലിയ അപകടമാണ്. എങ്കിലും അവരുടെ ഉപജീവന മാർഗ്ഗം മാത്രമല്ല ഈ സമയത്ത്, ഈ ചൂടുള്ള സമയത്താകുമ്പോൾ ഇത് അധികരിക്കുകയും ചെയ്യും. സാധാരണ പോലെയല്ല. ഈ ചൂടുള്ള സമയത്ത് ഒന്ന് ഭൂമിയുടെ ചൂടുണ്ട്, ഒപ്പം ഈ എന്തെങ്കിലും പൊട്ടിയാൽ അത് കൂടുതലായി അന്തരീക്ഷത്തിന്റെ ചൂടും ഭൂമിയുടെ ചൂടും ഈ സ്ഫോടക വസ്തുക്കളുടെ ചൂടും എല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇത്തരം പടക്കങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ശാസ്ത്രീയമായ ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങളിലോ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് ഒക്കെ ആയിരിക്കണമെന്നുണ്ട്. ഇത് ഇവരൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ കരിയിലെയും ചപ്പചോറും എല്ലാം ഉണ്ട്. നമ്മുടെ ഈ സമയത്ത് നമ്മുടെ റബ്ബർ കാടുകൾ തീപിടിക്കുന്ന സമയത്തില്ല. ആ വെയിലിന്റെ തീക്ഷ്ണത കൊണ്ട് നമ്മുടെ ലെൻസ് ഉപയോഗിച്ച് കത്തിക്കുന്നത് പോലെ ആ വെയിലിന്റെ തീക്ഷ്ണത കൊണ്ട് തീയാണ്. അതേപോലെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരിടത്ത് ഇത്തരം പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും അതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ആർക്കായാലും ഒരിക്കലും എക്സ്പ്ലോസീവ് ഏജൻസികൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ ചില സമയത്തൊക്കെ ബ്ലാക്ക് ലിസ്റ്റ്, ഇപ്പൊ എനിക്കൊന്നു പുറ്റിങ്ങിലൊക്കെ ഉണ്ടായപ്പോ എന്തൊക്കെയോ ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ഇതൊക്കെ കമ്പനികളെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഉണ്ടായിക്കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. പ്രശ്നം ഉണ്ടായ ശേഷമല്ല അതിനുള്ള റെമഡി എടുക്കേണ്ടത്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, അതായത് ഈ സാമ്പിൾ എടുത്ത് പരിശോധിക്കുക, എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ എന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി മുൻകൂട്ടി ശ്രദ്ധിക്കുക, പരിശോധിക്കുക. അതൊക്കെ ലോ ആൻഡ് ഓർഡറും ജില്ലാ ഭരണകൂടവും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അവിടെ അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിശോധന നടത്താനുള്ള സംവിധാനമുണ്ടോ, ഇതൊക്കെ പറയേണ്ടത് ഏജൻസികളാണ്. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല.